നമസ്കാരം. പ്രധാന വാർത്തകൾ. റേഷൻ കാർഡ് പ്രശ്നം കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസറെ യുവമോർച്ച പ്രവർത്തകർ ബന്ദിയാക്കി. കയറ്റിറക്ക് തൊഴിലാളികൾ റേഷൻ വിതരണത്തെ പ്രതിസന്ധിയിലാക്കുന്നതായി ആരോപണം. അജാനൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം തുടങ്ങി. വ്യാപാരികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി മന്ത്രാലയം വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ദേശീയ ഷോട്ടാക്കാൻ കരാട്ടെ മത്സര വിജയികൾക്ക് സ്വീകരണം നൽകി. മദ്യവിപത്തിനും കുന്നുടിക്കലിനും പ്രതിരോധം തീർക്കാൻ പുല്ലൂർ പെരിയ ഒരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ കാണാതായ സംഭവത്തിൽ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസറെ യുവമോർച്ച പ്രവർത്തകർ ബന്ദിയാക്കി. റേഷൻ കാർഡിന് 2 വർഷം മുമ്പ് നൽകിയ അപേക്ഷകൾ കാണാതായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസറെ ബന്ദിയാക്കി. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ചൊവ്വാഴ്ച രാവിലെയാണ് സമരം നടന്നത്. റേഷൻ കാർഡിന് അപേക്ഷ നൽകിയവർ പലതവണ ഓഫീസിൽ കയറി അന്വേഷിക്കുമ്പോഴും അനുകൂലമായ മറുപടിയല്ല ലഭിക്കുന്നതെന്നും പല പ്രാവശ്യം സാധാരണക്കാർ കയറിറങ്ങിയെങ്കിലും കാണാതായ അപേക്ഷയെക്കുറിച്ച് മറുപടി ലഭിച്ചില്ലെന്നും സമരത്തിനെത്തിയ യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു. 2 കൊല്ലമായിട്ട് റേഷൻ കാർഡിന് അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ഒരു നടപടി നടക്കുന്നില്ല. റേഷൻ കാർഡിന് അപേക്ഷ നൽകിയ ഒട്ടനവധി റേഷൻ കാർഡുകൾ ഈ ഓഫീസിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. സമരം നടക്കുന്ന വിവരമറിഞ്ഞ് ടൗൺ പോലീസ് എത്തിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചാലേ പിരിഞ്ഞു പോവൂ എന്ന് പ്രവർത്തകർ പറഞ്ഞു. സമരത്തിന് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി BM ആദർശ്, ട്രഷറർ വിജയ് റായ്, നവീൻ മജാൽ, തുളസിദാസ്, ലോഹിത് കുമാർ, S സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. കയറ്റിറക്ക് തൊഴിലാളികളുടെ നിലപാട് റേഷൻ വിതരണത്തെ പ്രതിസന്ധിയിലാക്കുന്നതായി റേഷൻ ഹോൾഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫെഡറേഷൻ ആരോപിച്ചു. നീലേശ്വരം FCI ഗോഡൌണിലെ കയറ്റിറക്ക് ജോലി ചെയ്തു വരുന്ന ജീവനക്കാർ ചായ പൈസ എന്ന പേരിൽ മൊത്ത വ്യാപാരികളിൽ നിന്നും അനധികൃതമായി വാങ്ങിവരുന്ന തുകയിൽ അടിക്കടി വർധനവ് വരുത്തുന്നത് ജില്ലയിലെ റേഷൻ വിതരണ രംഗത്ത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും അടിക്കടിയുണ്ടാവുന്ന പ്രശ്നങ്ങൾ FCIയുടെ ജില്ലയിലെ ഏക ഗോഡൌണിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നീലേശ്വരത്ത് കയറ്റിറക്ക് തൊഴിലാളികൾ നടത്തിയിരുന്ന മെല്ലെപ്പോക്ക് സമരത്തെ തുടർന്ന് ജില്ലയിൽ റേഷൻ വിതരണം മുടങ്ങാതിരിക്കുന്നതിന് കടത്തുകൂലി ഇനത്തിൽ ഇരട്ടി തുക നൽകി FCI പയ്യാനക്കൽ ഡിപ്പോയിൽ നിന്നും റേഷൻ സാധനങ്ങൾ എത്തിക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ വളരെ മോശമായ അനുഭവം. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി, ജില്ലയിൽ ഉള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം, പ്രമുഖ സഹകാരിയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും വളരെ മോശമായുള്ള അനുഭവമാണ് FCIയിലെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു ശരിക്ക് ഗുണ്ടാരാജാണ് അവിടെ നിലനിൽക്കുന്നത്. പിടിച്ചുപറി രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അവർ ചോദിച്ച പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ സാധനങ്ങൾ കയറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം കയറ്റിയ ലോറികൾ, രാവിലെ കയറ്റിയ ലോറികൾ വൈകിട്ട് 3 മണിക്ക് ലോഡ് കയറ്റാതെ FCIയിൽ നിന്ന് തിരിച്ചുവിട്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. KM കുഞ്ഞിക്കണ്ണൻ, PK വിനോദ് കുമാർ, C മാധവൻ, CK അബ്ദുൽ സലാം, K രവീന്ദ്രൻ, K മൊയ്തു ഹാജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂട്ടക്കനി UP സ്കൂളിൽ നിർമ്മിച്ച പഠനോദ്യാനം നാടിന് സമർപ്പിച്ചു. കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച പഠനോദ്യാനം P കരുണാകരൻ MP നാടിന് സമർപ്പിച്ചു. പഠനത്തോടൊപ്പം വിനോദവും കുട്ടികൾക്ക് പകർന്നു നൽകുന്ന രീതിയിലാണ് സ്കൂളിൽ പഠനോദ്യാനം നിർമ്മിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഉദുമ MLA K കുഞ്ഞിരാമന് സ്വീകരണം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A ജാസ്മിൻ, KV ജയശ്രീ, K ജയകൃഷ്ണൻ, ഡോക്ടർ രാജൻ, ശ്രീകൃഷ്ണ അഗിതായ, വേണുഗോപാൽ, KV ദാമോദരൻ, M രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് A രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ പവിത്രൻ വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ചു. രാജേഷ് കൂട്ടക്കനി നന്ദി പറഞ്ഞു. അജാനൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം തെക്കേപ്പുറത്ത് നടന്നു. സമ്മേളന നഗരിയിൽ PK അഷ്റഫ് പതാക ഉയർത്തി. സമ്മേളനം P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും ചില കാരണങ്ങളുണ്ട്. സമ്മേളനം ഒരൽപ്പം വൈകിപ്പോയി എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സ്മരണീയമാണെങ്കിലും ചടങ്ങിൽ C മുഹമ്മദ് കുഞ്ഞി, AP ഉമ്മർ, KK ജാഫർ, PP നസീമ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മതം, സംസ്കാരം, വിദ്യാഭ്യാസം വിഷയത്തെ ആസ്പദമാക്കി ഉമർ ഹുദവി പുളപ്പാടം സംസാരിച്ചു.
രാഷ്ട്രീയ സമ്മേളനത്തിൽ PMA സലാം, യൂസുഫ് പടനിലം എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച വളണ്ടിയർ മാർച്ച് നടക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഒരു ഇടവേള. ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രാലയം വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് വ്യാപാര ഭവനിൽ ചേർന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജില്ലയുടെ 2010-11 വർഷത്തെ പ്രസിഡന്റായി അഹമ്മദ് ഷെരീഫിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ TM ജോസ് തയ്യലിനെയും വൈസ് പ്രസിഡന്റുമാരായി KV ലക്ഷ്മണൻ, CA പീറ്റർ, B അബ്ദുൾ റഹ്മാൻ, CH ഷംസുദ്ദീൻ എന്നിവരെയും സെക്രട്ടറിമാരായി തോമസ് കാനാട്, PK രാജൻ, KV ബാലകൃഷ്ണൻ, മുഹമ്മദ് റഫീഖ് എന്നിവരെയും ജില്ലാ ട്രഷററായി M സുബൈറിനെയും തെരഞ്ഞെടുത്തു. റെയിൽവേ അധികൃതർ കാസർഗോഡ് ജില്ലയെ അവഗണിക്കുന്നതിനെതിരെ കേരള സാംസ്കാരിക പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒപ്പുശേഖരണം നടത്തി. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലടക്കം ജില്ലയിലെ പ്രധാന സ്റ്റേഷനുകളിലായിരുന്നു ഒപ്പുശേഖരണം നടന്നത്. കാസർഗോഡ് നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് ഉള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. മുളിക്കൽ മോഹനൻ, മൂസ പാട്ടിലത്ത് സംബന്ധിച്ചു. കാസർഗോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് ഭാരവാഹിയായ ഷെയ്ജു പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ ഓരോ ലോക്കൽ സ്റ്റേഷനുകളിലും ഒപ്പുശേഖരണ പരിപാടി ഉണ്ടായിരുന്നു. റെയിൽവേ അവഗണന, ഇവിടെ ഉള്ള ജനപ്രതിനിധി, അതായത് MP, MLAs, അത് UDF എന്നല്ല LDF എന്നല്ല, എല്ലാവരും കൂടി പാടെ റെയിൽവേ മേഖലയെ, ഗതാഗതം മൊത്തത്തിൽ അവഗണിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുമ്പ് R. വേലു റെയിൽവേ സഹമന്ത്രി ആയിരുന്ന സമയത്ത് കാസർഗോഡ് ഇതേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ലോക്കൽ ട്രെയിന്, അതായത് കണ്ണൂർ മംഗലാപുരം കണ്ണൂർ ലോക്കൽ ട്രെയിൻ പാസ്സാക്കിയിരുന്നു. 6-7 വർഷം കഴിഞ്ഞിട്ടും അതിന് ഒരു നീക്കവും ആരും നടത്തിയിട്ടില്ല. ദേശീയ ഷോട്ടാക്കാൻ കരാട്ടെ മത്സര ജേതാക്കൾക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഷോട്ടാക്കാൻ കരാട്ടെ മത്സരത്തിൽ മിഡിൽ കോണ്ടാക്ട് ഇനത്തിലും ഗ്രൂപ്പ് കോണ്ടാക്ട് ഇനത്തിലും 1ാം സ്ഥാനം നേടിയ കേരള ടീമിൽ കാഞ്ഞങ്ങാട്ടുകാരായ K. പവിത്രൻ നെല്ലിക്കാട്ട്, ഷാജി എന്നിവരും കോഴിക്കോട് ജില്ലയിലെ രാജേഷും മനോജ് കുമാറും ടീമിനെ നയിച്ചു. ഇവർക്ക് കാഞ്ഞങ്ങാട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാഞ്ഞങ്ങാട്ടെ ഷോട്ടാക്കാൻ കരാട്ടെ അസോസിയേഷൻ സ്വീകരണം നൽകി. 2-3 തീയതി ബാംഗ്ലൂർ വെച്ച് നടന്ന വേൾഡ് ഷോട്ടാക്കാൻ കരാത്തയുടെ ചാമ്പ്യൻഷിപ്പിൽ വെച്ചിട്ട് ചൈനീസ് കെൽപോ കരാത്തെ കേരള ടീം തൂത്തുവാരി. മറ്റേ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, പിന്നെ ഫുൾ കോൺടാക്ട് ഫൈറ്റ്, സെമി കോൺടാക്ട് ഫൈറ്റ്, കഥാസ് എല്ലാത്തിനും ഞങ്ങൾ തൂത്തുവാരി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് സ്വീകരണം നൽകിയത്. തായന്നൂർ സർവീസ് ബാങ്ക് 7ാം മൈൽ ശാഖ ഉദ്ഘാടനം ചെയ്തു. തായന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 5ാമത് ശാഖ 7ാം മൈലിൽ P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. AM മാധവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ബാങ്ക് പ്രസിഡന്റ് MV കോമൻ നമ്പ്യാർ സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മംഗല്യസൂത്ര വായ്പാ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP. ശ്യാമളാദേവി വിതരണം ചെയ്തു. ചടങ്ങിൽ പലിശരഹിത വായ്പയും കുടുംബശ്രീ വായ്പയും വ്യാപാര വായ്പയും വിതരണം ചെയ്തു. ചടങ്ങിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ K. നാരായണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വേണുഗോപാലൻ, TK. ശ്രീധരൻ, ജില്ലാ ബാങ്ക് മാനേജർ C. ബാലകൃഷ്ണൻ, പ്രീത രാഘവൻ, MK. നാരായണി, സുകുമാരൻ കാലിക്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ സ്വാഗതം പറഞ്ഞു. പുല്ലൂർ പെരിയയെ മദ്യവിമുക്തമാക്കാനും പഞ്ചായത്തിലെ ഇടനാടൻ ചെങ്കൽ കുന്നുകൾക്ക് സംരക്ഷണം തീർക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അനിൽ പുളിക്കാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
വാണിജ്യാടിസ്ഥാനത്തിൽ കുന്നിടിച്ച് മണ്ണ് കടത്തി വികൃതമാക്കിയ പഞ്ചായത്തിലെ അവശേഷിച്ച കുന്നുകളെ സംരക്ഷിക്കാൻ അവസാന പോരാട്ടത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് പുല്ലൂർ പെരിയയിലെ പഞ്ചായത്ത് ഭരണസമിതിയും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രവർത്തകരും. ജൈവ വൈവിധ്യങ്ങളുടെയും കുടിവെള്ളത്തിൻ്റെ കലവറകളായ ഇവിടത്തെ ഉൾനാടൻ ചെങ്കൽ കുന്നുകളും ഇല്ലാതായി തുടങ്ങിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാത്രമാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ മണ്ണ് കടത്തലിൽ ഏർപ്പെട്ട സംഘങ്ങളാണ് കുന്നുകളെ ഇല്ലാതാക്കിയത്. ഇടക്കാലത്ത് പരിസ്ഥിതി പ്രവർത്തകർ സമരരംഗത്തെത്തിയതിനെ തുടർന്ന് ചില ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെട്ടതൊഴിച്ചാൽ ഒട്ടുമിക്ക കുന്നിൻ പ്രദേശങ്ങളും നാശത്തെ നേരിടുകയാണ്. അവശേഷിച്ച കുന്നുകളുടെ സംരക്ഷണത്തിനാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഭരണസമിതിയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും റവന്യൂ അധികൃതരും കൈകോർത്ത് രംഗത്തിറങ്ങുന്നത്. ചൊവ്വാഴ്ച പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ ബാലകിരൺ പങ്കെടുക്കുകയുണ്ടായി. ഓസ്തുർഗ് തഹസീൽദാർ ശോഭ, പുല്ലൂർ പെരിയ വില്ലേജ് ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച മുതൽ തുടങ്ങുന്ന ഗ്രാമസഭകളിൽ പ്രദേശത്തെ കുന്നുകൾ സംരക്ഷിക്കുന്നതിനായി മോണിറ്ററിംഗ് സമിതി രൂപീകരിക്കാനാണ് തീരുമാനം. ഇതോടെ പഞ്ചായത്തിനകത്ത് മണ്ണെടുക്കണമെങ്കിൽ പഞ്ചായത്ത് റവന്യൂ അധികൃതരുടെ രേഖാമൂലമുള്ള അനുമതി കർശനമാവുമെന്നാണ് അധികൃതർ പറയുന്നത്. പഞ്ചായത്തിനകത്തെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മദ്യവിൽപ്പനയെ ചെറുക്കാനും മദ്യവിപത്തിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തന പദ്ധതിയുമായി ഇറങ്ങാനും തീരുമാനമായി. ചൊവ്വാഴ്ച ചേർന്ന യോഗത്തിൽ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജോയ് ജോസഫ്, അമ്പലത്തറ ASI മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്തു. പഞ്ചായത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന സമാന്തര ബാറുകൾക്കെതിരെ നിയമ നടപടി വരാത്തതിൽ യോഗത്തിൽ പങ്കെടുത്തവർ ഒന്നടങ്കം പ്രതിഷേധം അറിയിച്ചു. ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പോലും മദ്യത്തിനടിമയാവുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് യോഗം വിലയിരുത്തി. മദ്യവിൽപ്പനയെ ചെറുക്കാനും മദ്യവിപത്തിനെതിരെ ബോധവൽക്കരണത്തിനുമായി പ്രവർത്തനങ്ങൾ നടത്താൻ പോലീസ് എക്സൈസ് സംവിധാനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുവാൻ യോഗം തീരുമാനിച്ചു. ഒക്ടോബർ 2-നകം പഞ്ചായത്തിനകത്ത് ജനകീയ മുന്നേറ്റത്തിലൂടെ മദ്യവിമുക്ത പ്രദേശങ്ങൾ സൃഷ്ടിക്കാൻ പ്രവർത്തനം നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ പറഞ്ഞു. ഒന്ന്, പഞ്ചായത്തിനകത്ത് നിന്നുള്ള അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പ്, അതുപോലെ തന്നെ കുന്നിടിക്കൽ, ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത് കർശനമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടുകൂടി നിർത്തലാക്കാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം രണ്ടാമത്, പഞ്ചായത്തിനകത്ത് പല മേഖലകളിലും മദ്യത്തിൻ്റെ ഭയങ്കരമായ ഒരു തരംഗം ഉണ്ട്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ ആളുകളുടെ പരാതികളായിട്ട് പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിനകത്തെ മദ്യത്തിന് എതിരായിട്ട് ശക്തമായിട്ടുള്ള ബോധവൽക്കരണം കുടുംബശ്രീ പോലുള്ള സംഘടനകളുടെ, സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളിലൂടെ, അതോടൊപ്പം നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ, പോലീസിൻ്റെയൊക്കെ സഹായം ഇന്നത്തെ യോഗത്തിൽ വളരെ കൃത്യമായിട്ട് പങ്കാളിത്തമുണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടുകൂടി നടപ്പാക്കാൻ കഴിയും. ഒക്ടോബർ 2-നകം പഞ്ചായത്തിനകത്ത് ഇത്തരം അനാശാസ്യമായിട്ടുള്ള മദ്യത്തിൻ്റെ മേൽ അതുപോലെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രകൃതിക്കെതിരായിട്ടുള്ള കടന്നുകയറ്റം, ഇത്തരം കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകും. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പുല്ലൂർ പെരിയയിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അവരോടൊപ്പം പിന്തുണയുമായി റവന്യൂ, എക്സൈസ്, പോലീസ് അധികൃതരും നടത്താനൊരുങ്ങുന്ന ഈ ജനകീയ മുന്നേറ്റത്തെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. ഒക്ടോബർ 2-നകം സമാന്തര ബാറുകൾ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഇന്ന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. പുല്ലൂരിൽ നിന്നും സിറ്റി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ദിനേഷിനൊപ്പം അനിൽ പുളിക്കാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ കാർഡ് പ്രശ്നം കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസറെ യുവമോർച്ച പ്രവർത്തകർ ബന്ദിയാക്കി. കയറ്റിറക്ക് തൊഴിലാളികൾ റേഷൻ വിതരണത്തെ പ്രതിസന്ധിയിലാക്കുന്നതായി ആരോപണം. അജാനൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം തുടങ്ങി. വ്യാപാരികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി മന്ത്രാലയം വേണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ദേശീയ ഷോട്ടാക്കാൻ കരാട്ടെ മത്സര വിജയികൾക്ക് സ്വീകരണം നൽകി. മദ്യവിപത്തിനും കുന്നിടിക്കലിനും പ്രതിരോധം തീർക്കാൻ പുല്ലൂർ പെരിയ ഒരുങ്ങുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.